ഗായ്സ്, അപ്പം എന്താണ്ടേ നമ്മളൊരു യാത്ര പോവുകയാണ്. അങ്ങനെ ചേട്ടൻ പോയി ടിക്കറ്റൊക്കെ എടുക്കുന്നു. നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ റിച്ചൂട്ടുണ്ട്, ഹസ്ബൻഡുണ്ട്, പിന്നെ ഞാനുണ്ട്. പറയേണ്ട കാര്യമല്ലല്ലോ. അപ്പോൾ എന്താണ്ടേ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ ടിക്കറ്റൊക്കെ എടുത്തതാ വന്നു. പാട്ടുപടിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്താണ്ടേ നമ്മുടെ ട്രെയിൻ, നമ്മൾ പോകുന്ന ട്രെയിനല്ല, ട്രെയിൻ ഇതാണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ട്രെയിൻ. അങ്ങനെ റിച്ചൂട്ട് എന്താണ്ടേ ആ ട്രെയിനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നമ്മൾ ഒരിടം വരെ പോവുകയാണ്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. 5-ാം മാസമൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ റിച്ചൂട്ടന് ചോറൂണിന് കൊണ്ടുപോയത്. പിന്നെ താണ്ടെ ട്രെയിനൊക്കെ, പിന്നെ കുഞ്ഞ് ട്രെയിനിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞിന് ഭയങ്കര സന്തോഷം. അങ്ങനെ താണ്ട് നമ്മൾ പോകുന്ന ട്രെയിൻ വന്നു ഗൈസ്. അങ്ങനെ താണ്ട് അമ്മയും റിച്ചുവിനെയൊക്കെ എടുത്ത് നമ്മൾ ബാഗൊക്കെ താണ്ടെ എല്ലാം സെറ്റാക്കി താണ്ടെ ട്രെയിൻ നിർത്തുന്നത് വരെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ഓടിച്ചാടി ട്രെയിനകത്തോട്ട് വലിഞ്ഞ് കയറി. അച്ഛനും ഒരിടത്ത്, അമ്മയും എടുത്ത്, അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഓരോ സീറ്റിലായിപ്പോയി ഗൈസ് ഇത് ചെയ്യാൻ. അങ്ങനെ പിന്നെ റിച്ചൂട്ടൻ്റെ വിശക്കതെന്ന് പറഞ്ഞ് അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. ചേട്ടൻ ഒരു ബിസ്ക്കറ്റൊക്കെ മോൻ്റെ അടുത്ത് ചോദിച്ചു. പിന്നെ അവൻ പിന്നെ കൊടുക്കത്തേ ഇല്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഒരു പക്കി വന്ന് അമ്മയുടെ താണ്ടെ ടോപ്പിനകത്ത് വന്ന് അങ്ങനെ അത് തട്ടിക്കളഞ്ഞു. അങ്ങനെ പിന്നെ താണ്ടെ നമ്മൾ സീറ്റിലൊക്കെ ഇരുന്നു ഗൈസ്. നമ്മൾ പിന്നെ അത് കൊല്ലത്തെത്തിയപ്പോൾ പിന്നെ വേറെ സീറ്റിലോട്ട് പോയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ താണ്ടെ കാലൊക്കെ തടവി തരുന്നുണ്ട്, പോലീസൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ, വീഡിയോ എടുക്കുന്നത് അറിഞ്ഞില്ല. അപ്പം പിന്നെ നമുക്ക് വിശപ്പിൻ്റെ വെള്ളി വന്നപ്പോഴത്തേക്കും താണ്ടെ ഞാനും ചേട്ടനും പിന്നെ ഫുഡ് നമുക്ക് മസ്റ്റാണല്ലോ. അങ്ങനെ അമ്മയും അച്ഛനും ഒരു പൊതി കൊണ്ടുവന്നു, ഞങ്ങളും ഒരു പൊതി എടുത്തു. അങ്ങനെ 2 പൊതി. അങ്ങനെ റിച്ചൂട്ടൻ പിന്നെ റിച്ചൂട്ടൻ്റെ അമ്മയും അച്ഛനും വാരി കൊടുക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വേറെ സീറ്റിലിരുന്നു. അച്ഛനും റിച്ചൂട്ടനും അമ്മയും ഒരു സീറ്റിലിരുന്നു കേട്ടോ. അങ്ങനെ അവരൊക്കെ അവിടെ ഇരുന്ന് താണ്ടെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കഴിച്ചിട്ട് വേണം കേട്ടോ അവർക്കും കഴിക്കാൻ. അങ്ങനെ പിന്നെ താണ്ടെ നമ്മൾ ആദ്യമേ കഴിക്കാമെന്ന് വെച്ചു. പൊതിയൊക്കെ തുറന്നു താണ്ടെ മോരൊക്കെ എടുത്ത് ഒഴിക്കുന്നുണ്ട്. ചമ്മന്തി ഉണ്ടായിരുന്നു, മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ താണ്ടെ നല്ല രീതി കഴിക്കണമെന്ന് പറഞ്ഞ് കൊതി വരുന്നു, കണ്ടിട്ട് തന്നെ കൊതി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ നമ്മൾ ഞമ്മ കഴിക്കണമല്ലോ, അത് മസ്റ്റാണല്ലോ. അപ്പോഴത്തേക്കും താണ്ടെ ചങ്ങനാശ്ശേരിയൊക്കെ എത്തി, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ താണ്ടെ ചേട്ടൻ ഉടനെ ചാഞ്ഞങ്ങ് കിടന്നു എൻ്റെ അടുത്തോട്ട്. പിന്നെ റീലൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. ട്രെയിൻ അങ്ങനെ നിർത്തി, നമ്മൾ ഇറങ്ങി താണ്ടെ നടന്ന് പോവുകയാണ് ഗൈസ്. ട്രെയിനൊക്കെ ടാറ്റ കൊടുത്തു, പിന്നെ വരാമെന്ന് പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്തു. തിരിച്ച് നമ്മൾ ഇതിനകത്തല്ലേ പോകേണ്ടത്. ടാറ്റയൊക്കെ കൊടുത്തതാണ് നമ്മൾ അവിടെ നിന്ന് നടക്കുകയാണ് ഗൈസ്. അങ്ങനെ പിന്നെ താണ്ടെ റെയിൽവേ സ്റ്റേഷൻ താണ്ടെ ഇതാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ. അവിടെ വന്ന് ഇറങ്ങി നമ്മൾ താണ്ടെ ഓട്ടോ കാത്തുനിന്ന് അങ്ങനെ ഓട്ടോയൊക്കെ കിട്ടി, ഓട്ടോക്കകത്ത് പോവുകയാണ് ഗൈസ്. അങ്ങനെ നല്ല ലോഡ്ജ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞു ഓട്ടോക്കാരൻ പറഞ്ഞു. അങ്ങനെ പിന്നെ താണ്ടെ ഗോവിന്ദ് എന്ന് പറയുന്ന എന്തോ ഒരു ലോഡ്ജായിരുന്നു. അങ്ങനെ പിന്നെ അവിടെയൊക്കെ ഒടുക്കത്ത് ഉറക്കം വന്നിട്ടും വയ്യ. ആദ്യമേ തന്നെ 2 മണിയങ്ങണ്ടായി വെളുപ്പിന് നമ്മൾ എത്തിയപ്പോൾ തന്നെ. അങ്ങനെ പിന്നെ താണ്ടെ കയറുകയാണ് അവിടെ. പിന്നെ പോയി കിടന്ന് കുളിച്ച് റെഡിയായി. വെളുപ്പിനേ തന്നെ നമ്മൾ താണ്ടെ നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാനല്ലേ നമ്മൾ വന്നത്. അങ്ങനെ പിന്നെ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വന്നപ്പോഴത്തേക്കും താണ്ടെ ഈ ബ്രാഹ്മണർ അങ്ങോട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അങ്ങനെ പിന്നെ അവരെ ഭജനയോ എന്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് ഒത്തിരി നേരം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അവരെ ആ മന്ത്രങ്ങളും ഓരോ കാര്യങ്ങളും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ അതൊക്കെ കേട്ട് ഒത്തിരി നേരം നമ്മളവിടെ നിന്ന്. ഇവർ പോയപ്പോൾ തന്നെ ഒടുക്കത്തെ മണമായിരുന്നു കേട്ടോ, കർപ്പൂരമോ ചന്ദനത്തിരി എന്തോ പറയേണ്ട, വല്ലാത്തൊരു ഒരു സൈറ്റിൽ എന്തോ ഒരു മണം, നമ്മളിൽ സ്പ്രേ അടിക്കത്തില്ല അതേപോലെ. അങ്ങനെ ഞാൻ കുളിച്ച് താണ്ടെ കുട്ടപ്പയെ സുന്ദരിക്കുട്ടി ആയില്ലേ ഗൈസ്, നിങ്ങൾ തന്നെ പറയണേ. അങ്ങനെ പിന്നെ താണ്ടെ നമ്മൾ നടന്നു താണ്ടെ അങ്ങോട്ട്. ഒടുക്കത്തെ ക്യൂ ആയിരുന്നു കേട്ടോ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. നമ്മുടെ കല്യാണമാണ് കേട്ടോ ഗൈസ് ഇന്ന്. അപ്പം നമ്മൾ ബുക്ക് ചെയ്തത് പിറ്റേ ദിവസമാണ്, പക്ഷേ അത് നടക്കുമോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ വലിയ എക്സ്പ്രഷൻ ഇട്ട് പേടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷേ സംഭവം എല്ലാം നടന്നു കേട്ടോ. അങ്ങനെ സ്റ്റേജിൽ കണ്ട പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാനും ചേട്ടനും റിച്ചുവും അച്ഛനും എല്ലാവരും കാത്തിരിക്കുകയാണ് കേട്ടോ. എന്തോ പൂജയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നടക്കില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കയറി ഗൈസ്, മണ്ഡപത്തിൽ കയറി. അങ്ങനെ കുറേ പ്രാർത്ഥനകളോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ തിരുമേനി പറഞ്ഞു തന്നു. ഞാനും എക്സ്പ്രഷൻ വാരി ഇടുകയാണ്. അവിടെ ഉള്ളവരെല്ലാം നോക്കുന്നുണ്ട് ഗൈസ്. എനിക്കൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാ ചമ്മിക്കുന്നത്? അങ്ങനെയൊന്നും വേണ്ട അല്ലേ, ചമ്മലൊക്കെ നമുക്ക് എന്തിനാ ചമ്മൽ. അങ്ങനെ പിന്നെ താണ്ടെ ഞാൻ ഗുരുവായൂരപ്പനെ തൊഴുതു. നടക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്, പക്ഷേ ദൈവത്തിൻ്റെ ഒരു ഇത് കൊണ്ടായിരിക്കാം എല്ലാം നല്ല രീതിയിലൊക്കെ നടന്നു കേട്ടോ. അപ്പം താണ്ടെ ഇതൊക്കെയായിരുന്നു നമ്മുടെ കൊച്ചു വീഡിയോ. കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. എനിക്കിതിപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഒരു ഇതാണ്. അത് നേരത്തെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതാണ്, മുന്നേ ചെയ്തതാണ് കേട്ടോ, നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാൻ. അപ്പോൾ എനിക്ക് ചിരി വന്നു, ചേട്ടനും ചിരി വന്നു. ആ വീഡിയോ നമുക്ക് ലേറ്റായി പോയി കേട്ടോ കുറച്ചിടാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പം ചന്ദനമൊക്കെ തിരുമേനി പറഞ്ഞു ചന്ദനമൊക്കെ ചെറുക്കൻ്റെ നെറ്റിയിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ നെറ്റിയിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ എന്തോ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ നെറ്റിയിലും ചേട്ടൻ ചന്ദനമൊക്കെ ഇട്ട് തന്നു. എനിക്കും ചിരിയും വരുന്നുണ്ട്, എന്തുവാണെന്ന് അറിയാൻ വയ്യ. എല്ലാവരും നമ്മളെ തന്നെ നോക്കുമ്പോൾ നമുക്കൊരു ഇതാണല്ലേ.
അങ്ങനെ പിന്നെ ദാണ്ടെ തൊഴുതു. അങ്ങനെ ഒത്തിരി നേരം എന്തോ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ നല്ല രീതിയിൽ നടന്നു കേട്ടോ. എനിക്കത് ഭയങ്കര, എനിക്കെന്തോ പറയാമെന്ന് അറിഞ്ഞുകൂടാ, നല്ല രീതിയിൽ നടന്നു. എനിക്കും ചിരി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയും അല്ലേ നടത്തി തരുന്നത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മുടെ കല്യാണം വലിയ രീതിയിലുള്ള ആഘോഷവും കാര്യങ്ങളും ഒന്നും അല്ലായിരുന്നു. എന്തായാലും ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് നമുക്ക് കല്യാണം നടത്തുക എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഫീല് തന്നെ, എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ താണ്ടെ നമ്മുടെ താലി താണ്ടെ കിട്ടുകയാണ് ഗൈസ്. അങ്ങനെ എനിക്ക് വീർപ്പ് മുട്ടിയിരിക്കുവാണ്, എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പം കരച്ചിൽ വരുമെന്ന് പറഞ്ഞ കണക്കായിരുന്നു കേട്ടോ. അങ്ങനെ താണ്ടെ എൻ്റെ ചെറുക്കൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടി. നേരത്തെ താലി കെട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും നമ്മുടെ ഒരു നേർച്ച എന്ന് പറയാം, ഗുരുവായൂരപ്പൻ്റെ നടയിലൊന്ന് കെട്ടിത്തരണം എന്നുള്ള ഒരു പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. എനിക്ക് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നടത്തണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നടന്നു ഗൈസ്. അതെന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും പിന്നെ നമ്മുടെ ഒരു ചേട്ടൻ്റെ റിലേറ്റീവല്ല, അറിയാവുന്ന ഒരു ബന്ധു ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് നമ്മൾ ഇതെല്ലാം നടത്തിയത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടില്ലായിരുന്നു. ഇന്ന് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. നാളെയായിരുന്നു നമുക്ക് കിട്ടുന്നതിന് ഓരോ ഡേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് നാളെയായിരുന്നു. പക്ഷേ അതെല്ലാം നടന്നു. നമ്മുടെ തുളസിമാലയൊക്കെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാർത്തി ഗുരുവായൂരപ്പനെ മനസ്സിൽ വെച്ചു നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. ഈ വരിക്ക് പോകുന്ന അകത്തോട്ട് ഇതാ ഈ ക്യൂ ആണെന്നില്ലേ, അവിടെ ആളുകളെല്ലാം നോക്കുന്നില്ലേ, അവരകത്ത് കയറാനുള്ളവരാണ് കേട്ടോ. അവരിങ്ങനെ നോക്കുകയാണ്, ഇത് എന്തുവാ ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നോക്കുകയാണ്. എല്ലാവരും ഇപ്പം കല്യാണം കഴിഞ്ഞവർ തന്നെ, കൊച്ചുമൊക്കെ ഉള്ളവർ തന്നെ ഇപ്പം തന്നെ രണ്ടാമതും മൂന്നാമതും ഒക്കെ വന്ന് കെട്ടുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ താണ്ടെ മാലയൊക്കെ ഇടുകയാണ്, താലിയൊക്കെ ചാർത്തി കേട്ടോ. ഇത് നമ്മുടെ എൻ്റെ മാലയാണ്. അങ്ങനെ മാലയൊക്കെ ഇട്ടു. എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയാൻ വയ്യ ഗൈസ്. എനിക്ക് ചിരിയാണോ കരച്ചിലാണോ സന്തോഷമാണോ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ തിരുമേനി താണ്ടെ വലം വെക്കാനൊക്കെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാ ഗൈസ്, ഒന്നാമത്തെ കാര്യം. ഇല്ല, പൊട്ടത്തിപ്പണ്ണിൻ്റെ അണക്ക് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ തിരുമേനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് വെക്കുന്നുണ്ട്. എന്തുവാന്നോ ആവോ, ഞാൻ അയാളെ തന്നെ നോക്കുന്നുണ്ട്, എന്തുവാന്നോ ആവോ മനസ്സിൽ ഞാൻ കരുതി. അങ്ങനെ പിന്നെ താണ്ടെ അച്ഛൻ്റെ ഇത് വെച്ച് കൈ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. സന്ദീപേട്ടൻ്റെ ഇതിൽ അച്ഛനും തൊഴുതു. അങ്ങനെ എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു, അച്ഛനും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും നല്ല ശുഭമായിട്ട് നടന്നു. ഉണ്ണിക്കണ്ണനെ എത്ര കണ്ടാലും തൊഴുതാലും മതി വരില്ല. നമ്മൾ അകത്ത് പോയി തൊഴുതു കേട്ടോ. നമുക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു റിലേറ്റീവ് ഇതിനതുപോലെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തൊഴുതു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് തട്ടാനായിട്ട് താണ്ടെ ഒരു ഹോട്ടലിൽ വന്നു. അതിൻ്റെ പേരെന്താണെന്ന് നമ്മൾ നോക്കിയില്ല, നേരെ അങ്ങ് കഴിക്കായിരുന്നു കേട്ടോ. ഏറ്റവും ലാസ്റ്റ് എൻ്റെ പേര് വരുന്നതാണ്. അങ്ങനെ അച്ഛൻ പുട്ടും കടലക്കറിയാണ് ചെയ്തത് കേട്ടോ, ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ മസാല ദോശയാണ്, നമ്മൾ രണ്ടൊരു മസാല ദോശ. അമ്മ പിന്നെ പൂരിയും കിഴങ്ങേറിയും എന്തൊക്കെയോ കറി ഉണ്ടായിരുന്നു. എന്തോ മാധവം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ വന്നത്. നല്ല ഫുഡൊക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ചൂട്ടാണെങ്കിൽ പിന്നെ ഫോൺ കിട്ടിയാൽ പിന്നെ അതങ്ങ് ഫോണും കൊണ്ടങ്ങ് നടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നല്ല രസമുണ്ട് കേട്ടോ. എന്താ കാളിയും മർദ്ദനം എന്നും കണ്ടല്ലേ പറയാം. അങ്ങനെ പിന്നെ അതൊക്കെ ഒരിടത്ത് കണ്ടു. ഇത് ഒടുക്കത്തെ ക്യൂ ആണ്. പിന്നെയും നമ്മൾ വന്നു കേട്ടോ അമ്പലത്തിൽ, കുറച്ച് സാധനമൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു ഗൈസ്, യാത്രയൊക്കെ തിരിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു നമ്മൾ യാത്ര തിരിച്ചു. പിന്നെ താണ്ടെ അച്ഛനും മോനും താണ്ടെ ഒരു സീറ്റിലങ്ങിരുന്നു. പിന്നെ താണ്ടെ നമ്മൾ തൊട്ട് അപ്പുറത്തുള്ള ട്രെയിൻ എടുത്തു അങ്ങോട്ട് നീങ്ങുകയാണ് കേട്ടോ. ട്രെയിൻ നോക്കി ഇങ്ങനെ ഇരിപ്പാണ്. അങ്ങനെ പിന്നെ നമ്മൾ താണ്ടെ ഇരുന്ന് ട്രെയിനും എടുത്തു. ചേട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ. മോനാണെങ്കിൽ കയ്യും കൊത്തി എന്തോ ആലോചിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ നടന്നത് എന്നായിരിക്കും ആലോചിക്കുന്നത്. കഷ്ടം. അങ്ങനെ പിന്നെ താണ്ടെ ഞങ്ങൾ പിന്നെ അവിടെ നിന്നിട്ട് ഇറങ്ങാൻ നേരത്ത് പിന്നെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഒന്നും കൂടെ ഒന്ന് പോയി സാധനമൊക്കെ മേടിക്കണമെന്ന്. ആ വിമാനമാണ് ആ കൈ ഇരിക്കുന്നത് ആശാൻ്റെ. അങ്ങനെ ഇവിടെ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതൊക്കെ മേടിച്ചത്. പിന്നെ അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ നെൽപ്പാടങ്ങൾ കാണാനായിട്ട്. പച്ചപ്പും മഞ്ഞയും എന്താ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ അങ്ങ് നോക്കിയിരുന്നു. നല്ല നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. നല്ല തനി നാട്ടുംപുറം എന്ന് പറയും. എന്ത് നല്ല പച്ചപ്പ്, എന്ത് നല്ല വയൽ. നമ്മുടെ ഇവിടെയൊക്കെ വയലുകളുണ്ട്, എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നോക്കിയിരിക്കാൻ. ഒത്തിരി നേരം അങ്ങനെ നോക്കിയിരുന്നു. ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ, നല്ല രീതിയിൽ ഇങ്ങനെയുള്ള വയലുകളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. നമ്മുടെ നാട്ടിലും ഉണ്ട്, പക്ഷേ എന്നാലും ഇത്രയൊന്നുമില്ല. അങ്ങനെ പിന്നെ അതൊക്കെ നോക്കി ഒത്തിരി നേരം ഇരുന്നു. യാത്രയല്ലേ, എന്തൊക്കെ ഇങ്ങനെ ഓരോ പാട്ടൊക്കെ കേട്ട് ഒത്തിരി നേരം ഇങ്ങനെ ഇരുന്നു. അങ്ങോട്ട് നോക്കി കൺകുളിർക്ക നോക്കിയിരുന്നു. പിന്നെ താണ്ടെ നമ്മൾ പിന്നെ നൈറ്റായി. അപ്പോഴത്തേക്കും താണ്ടെ നമ്മൾ ഇറങ്ങാറായി, സ്റ്റേഷനെത്തി.
അങ്ങനെ പിന്നെ നാട്ടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ട്രെയിന് ടാറ്റയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവർക്കും ബൈ ബൈ ഗായ്സ്.